അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 3 പേരുമുണ്ട്. ഇതാ കുഞ്ഞ് സ്ക്രീനിൽ ഞങ്ങളെല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മുടെ യാത്ര പോകുന്നത് വെച്ചാൽ കടലൂർ ടൗണിൽ, അതായത് കടലൂർ ഡിസ്ട്രിക്റ്റിൽ കടലൂർ ടൗണിൻ്റെ അടുത്തൊരു ബീച്ചുണ്ട്. സിൽവർ ബീച്ച് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് സിൽവർ ആണോ എന്നുള്ളത് നമ്മൾ പോയി നോക്കണം. അപ്പോൾ അതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. നമ്മൾ വോയിസ് എക്സ്ട്രാ കൊടുക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പറയുന്ന ലൈവിൽ കൊടുത്തിരിക്കുന്ന സൗണ്ട് ഭയങ്കര നോയ്സാണ് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ടൗണിലേക്ക് ബീച്ചിലേക്ക് എൻട്രി ചെയ്യുന്നത്. കാഴ്ചയിൽ മനോഹരമായിരുന്നു കേട്ടോ. നമ്മൾ വിചാരിച്ചതിനെക്കാട്ടും നല്ലൊരു ബീച്ചായിരുന്നു. എത്തിയപാട് ലെഫ്റ്റ് സൈഡിലൊരു റിസോർട്ടൊക്കെ കണ്ടു. അപ്പോൾ നമ്മൾ ചെന്നപാട് അവിടെ പാർക്കിംഗ് ഫീസിൻ്റെ കാര്യം ഉണ്ടായിരുന്നു. ഒരു ബ്രോ പാർക്കിംഗ് ഫീസിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. ഈ ബ്രോനെ പിന്നെ പരിചയപ്പെട്ടപ്പോൾ നമ്മുടെ കോഴിക്കോട് കുറച്ച് നാൾ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ബ്രോ കാര്യങ്ങളൊക്കെ സംസാരിച്ചു, വണ്ടി മുന്നോട്ട് നീക്കിയിട്ടോളാൻ പറഞ്ഞു. ഫീസ് വേണ്ടാന്നും പറഞ്ഞു കേട്ടോ, പ്രത്യേകം എടുത്ത് പറഞ്ഞു ഫീസ് വേണ്ട കുഴപ്പമില്ല എന്ന് പറഞ്ഞേ. അങ്ങനെ ഞങ്ങൾ വൈഫിനെയും കൊച്ചിനെയും ഇവിടെ ഇറക്കി. ഞാൻ തൊട്ടപ്പുറത്തേക്ക് വണ്ടി നീക്കിയിടാൻ വേണ്ടി വണ്ടി മുന്നോട്ടെടുത്തു. അങ്ങനെ ഈ റിസോർട്ടിൻ്റെ കുറച്ച് മുന്നിലായിട്ട് വണ്ടി നിർത്തി. നല്ല മനോഹരമായ റിസോർട്ട് കേട്ടോ. റിസോർട്ട് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നല്ല സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും, എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും നമ്മൾ പോയി നോക്കിയില്ല. പക്ഷേ കാഴ്ചയിൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. അപ്പം സിൽവർ ബീച്ചിലെത്തിയിട്ടാകുമ്പോൾ നല്ല അടിപൊളി വലിയൊരു പാർക്കിംഗ് അല്ല, വലിയൊരു ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. വെയിലിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. അവർ രണ്ടുപേരും ബീച്ചിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നത്. ഇവിടെ ഒരു ബ്രോ ഉണ്ട്, നമ്മളെ ബ്രോ ഹായ്. കേരളത്തിൽ കോഴിക്കോടൊക്കെ ഇച്ചിരി നാളുണ്ടായിരുന്നു വർക്ക് ചെയ്തിട്ട്. ഇതൊരു ചെറിയ റിസോർട്ടൊക്കെ ആണ് കേട്ടോ, നല്ല അടിപൊളി റിസോർട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ പാർക്കിംഗ് ഫീസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളോട് ഫീസൊന്നും വാങ്ങിയില്ല കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പോയിട്ട് ഇതിൻ്റെ അവിടെയൊക്കെ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്, ഒന്ന് കണ്ടിട്ട് വരാം. ഇത് കടലൂർ ഡിസ്ട്രിക്റ്റിൽ കടലൂർ ടൗണിൽ അവിടെ നിന്നൊരു 4 കിലോമീറ്റർ 3.9 കിലോമീറ്റർ വരുമ്പോൾ ഉള്ള ഒരു ചെറിയൊരു ബീച്ചാണ് കേട്ടോ. അപ്പോൾ ബീച്ച് ഒരുപാട് കണ്ടിട്ടുണ്ട്. ഓരോ സ്ഥലങ്ങളുടെ ബീച്ചിലേക്കും അവിടെ എത്തുമ്പോൾ നമുക്ക് രസമല്ലേ അതൊന്ന് കാണാൻ വേണ്ടിയിട്ട്. സിൽവർ ബീച്ച്, ഗോൾഡ് ബീച്ച്, അടുത്തത് ചെമ്പ് ബീച്ച് ആണോ? അങ്ങനത്തെ ബീച്ചുണ്ട്, ഗോൾഡ് ബീച്ചും സിൽവർ ബീച്ച്, സിൽവർ കളർ എല്ലാത്തിനും. അപ്പോൾ നമ്മുടെ വണ്ടി ഇതാണ്ട് അവിടെ ഇങ്ങനെ നമ്മൾ നിർത്തിയിട്ടിട്ടുണ്ട്. ചാർജില്ല, അപ്പോൾ സോളാറൊക്കെ പൊന്തിച്ച് വെച്ചിട്ടുണ്ട്. പൂർണ്ണമായിട്ട് പൊന്തിച്ച് വെക്കാൻ പറ്റത്തില്ല, കാരണം വെച്ചാൽ ഇവിടെ വണ്ടികളൊക്കെ ഇഷ്ടംപോലെ വരുന്നതാണ്. അപ്പോൾ നല്ല വെയിലല്ലടാ, കിടക്കാച്ചി വെയിലൊക്കെയാണ്. ഇത് അങ്ങനെ ബീച്ചിലേക്ക് നടന്നു വരുമ്പോൾ അതൊക്കെ ഇവിടെ നല്ല മനോഹരമായ ഒരു കഫേ ഉണ്ട് കേട്ടോ. ഇത് ഈവനിങ്ങിൽ അടിപൊളിയായിരിക്കും. ലൈറ്റൊക്കെ ഇട്ടിരുന്നുണ്ടോ, ലൈറ്റൊക്കെ ഉണ്ട് എല്ലാ തെങ്ങിൻ്റെ മുകളിൽ. തെങ്ങല്ല, പനേൻ്റെ മുകളിലും ലൈറ്റെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിനുള്ളിൽ രാത്രി ആയിക്കഴിഞ്ഞാൽ എന്തായാലും നല്ല ഭംഗിയായിരിക്കും. ഒരു 5-6 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ കരിഞ്ഞുണങ്ങിപ്പോൾ, അത്രയും വെയിലാട്ടോ. ഇതൊക്കെ നല്ലൊരു ആംബിയൻസ്, സൂപ്പർ. ആ കടലൂർ ടൗണിലാണ് ഈ ബീച്ചുള്ളത്. എല്ലാവർക്കും ഒരുപാട് പേർക്ക് ഇരിക്കാനുള്ളൊരു സംവിധാനം ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ സിൽവർ ബീച്ച് എന്ന് പറഞ്ഞതിൻ്റെ ടോട്ടൽ ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം കേട്ടോ. ഇവിടെ ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്, ഇവിടെ ഒരു ചെറിയ കഫേ ഉണ്ട്. ഇതാണ് ശരിക്കും ബീച്ച് കേട്ടോ. നമുക്ക് ഇവിടേക്ക് ഇങ്ങനെ നടന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബീച്ചെല്ലാം നല്ല ക്ലിയറായിട്ട് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ നല്ല അടിപൊളി കാറ്റുണ്ട്. ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് കുറേ സ്ഥലങ്ങളുണ്ട്. കണ്ടേ, അവർ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കണ്. ഇത് ഓരോ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അവിടെ. ഇവന്മാർക്ക് കുറച്ച് തണ്ട് കൂടുതലാട്ടോ. ബീച്ചിൽ വന്നാൽ പിന്നെ പിള്ളേരുടെ പരിപാടി ഇതാ, ഞണ്ടിനെ പിടിക്കാൻ കുഴി മാറ്റിക്കൊണ്ടിരിക്കുക. ഓക്കെ, അവൻ
അടുത്ത് വരുന്ന തിരമാല കാണുന്നില്ല കേട്ടോ. അടുത്ത് വരെ തിരമാല വന്നു, പക്ഷെ അത് കാണുന്നില്ല. കുഴപ്പമില്ല കേട്ടോ, ഒരു സൈലൻ്റാണ്. നമ്മുടെ കൊല്ലം ബീച്ച് പോലെയൊന്നുമല്ല. കൊല്ലം ബീച്ചിൽ ഭയങ്കര ഡേഞ്ചർ ബീച്ചാണ്, പക്ഷെ അതുപോലെയല്ല. ഇവിടെ ആൾക്കാരൊക്കെ ഇറങ്ങാനൊക്കെ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ബീച്ച് കണ്ടിറങ്ങിയപ്പോൾ കണ്ടൊരു കാഴ്ച അതായത് പണ്ട് കാലങ്ങളുണ്ടായിരുന്നു. രസമല്ലേ? സൈക്കിളും പിടിക്കാതെ. അപ്പൊ ഗൈസ് നമ്മള് ഇപ്പൊ ഉള്ളത് എന്താ സ്ഥലത്തിന്റെ പേര്? കടലൂർ പട്ടണത്തിൽ കൂടെ ആയിട്ടോ നമ്മളിപ്പോ പോകുന്നത്. അപ്പൊ ഇതാണ് ഇപ്പൊ കടലൂരത്തെ പട്ടണം. കടലൂർ എന്ന് പറഞ്ഞ പോലെ തന്നെ അടുത്താണ് കടല്. ഇതിന്റെ അപ്പുറത്താണ് കേട്ടോ കടല്. ഇല്ലപ്പാ, ഇവിടെ എന്തോ ഉണ്ട്. അതെ അതെ, കുറെ ഞണ്ടിനെ പിടിക്കാൻ നോക്കി. അപ്പൊ നമ്മുടെ ശ്രമം നടക്കില്ല എന്ന് എനിക്ക് മനസ്സിലായപ്പോ അവിടെ നിന്ന് ഇട്ടിട്ട് പോന്നു നമ്മൾ. അതെ, ഞാനും വണ്ടിയും പപ്പയും മമ്മിയും ചെരിഞ്ഞിരിക്കുക. ക്യാമറ മാത്രം ചെറിയാതെ നേടിയിരിക്കുക. മുമ്പിൽ കാണുന്ന എന്താ ഇതില്ലേ, ഇപ്പൊ കുഴിയിലൂണ് ഇപ്പൊ ആ ചില്ലൊക്കെ ചെരിഞ്ഞിരിക്കുക. സ്പീഡ് കൂടിയിട്ടുണ്ട് വണ്ടിക്ക്, 20 സൗണ്ട് കുറഞ്ഞിട്ടുണ്ട്. ചെറിയ ചെറിയ ടെക്നിക്കുകൾ നമ്മൾ ഉപയോഗിച്ചു, പൈസ മുടക്കില്ലാത്ത ടെക്നിക്കുകൾ. നിങ്ങളുടെ രണ്ടുപേരുടെ തല കണ്ടിട്ട് അപ്പുറത്തെ റോഡ് കണ്ടത്. ഇപ്പൊ നിങ്ങൾക്ക് വീഡിയോ കാണുന്നത് ക്ലിയർ ആണോ? എന്തോ ഒരു ചെറിയ ചെരുവുണ്ടല്ലോ. ക്യാമറയല്ല, ബോർഡർ. വീഡിയോയിലോട്ടാകുമ്പോ നേരെ ആയിക്കോളും. അപ്പൊ നമ്മളങ്ങനെ NH 32 കൂടെ ആട്ടോ നമ്മള് പോകുന്നേ. പശുവിനെ കാണുമ്പോളേ നേരത്തെ 5% ഉള്ളൂ. അപ്പൊ മമ്മി പപ്പേ 5% മാത്രമേ ഉള്ളൂ. നമുക്കൊരു 3% വരെ എടുക്കാം. ഇവിടെ നിന്ന് ചെന്നൈക്ക് 186 കിലോമീറ്റർ. അതെ, അന്ന് വലിയ 300 അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അയ്യോ വലിയ ഇതാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാക്കിയപ്പോ ഇപ്പൊ വേണ്ടേ 100 എത്തിയോ. വലിയൊരു നദി ക്രോസ് ചെയ്യാൻ വേണ്ടി പോവാ നമ്മള്. അതെ, നദി കാണിച്ചു തരാം. നദീന്റെ അവിടെ എത്തട്ടെ. എന്ത് റിവർ ആടെ. അപ്പൊ നമുക്ക് ഇവിടെ ഇറങ്ങിയിട്ട് കാണിച്ചു കൊടുത്താലോ? വേണം കേട്ടാ, കണ്ടില്ലേ അപ്പുറത്തും ഉണ്ട് ട്ടാ. ചാറ്റൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അവരൊന്ന് വെറുതെ പോയി കാണാം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നിങ്ങൾക്ക് റിവറും കാണിച്ചു തരാം. റിവർ ഒന്ന് തുറക്കുകയാണെങ്കിൽ ഞാൻ വന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. വണ്ടി പാക്കறது தானே அங்க நிறுத்துது. வாட்ச் பண்ணி இருக்கா? ஓ அப்படியா? ஹாய் சொல்லு. ஹாய். லைவா? லைவ் அல்ல, இது மாதிரி சின்ன வீடியோ. ரெண்டு பேர். ஹாய் சொல்லு. കാണുന്നുണ്ടോ?
நேட்டிவ் கேரளா കേരള വയനാട് வயநாடு ആ അതെ അതെ யூடியூப்ல தான் பாத்துருக்கேன். அப்படி இல்லையா ஆஹா ഞങ്ങള് இந்த சில்வர் பீச் இல்லையே அதெல்லாம் பார்த்துட்டு வரும் ஓகே ஓகே go to பாண்டிச்சேரி இனி பாண்டிச்சேரி யா அதுக்கப்புறம் சென்னை சென்னை ஆந்திர பிரதேஷ் அப்படியே போட்டே இருக்கு அதான் சைக்கிளிங் സൈക്ലിങ്ങിന് രണ്ടുമേ ഇருக்கு പെടലും പള്ളി പോലാം சென்னை பீச் மீறி ஒன்று അവരുമായിട്ടുള്ള ബാക്കി വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. അവർ കുറച്ച് നേരം സംസാരിച്ചു. അവർ കുട്ടികൾക്ക് വാങ്ങിക്കൊണ്ടുവന്ന സമൂസയൊക്കെ തന്നിട്ടാണ് ഞങ്ങളെ വിട്ടത് കേട്ടോ. അപ്പോൾ നല്ലൊരു സൂര്യാസ്തമയം ഇതാ ഇവിടെ നിന്ന് കാണാമായിരുന്നു. പക്ഷേ ഞങ്ങൾ പോന്നു. നല്ല രസമുണ്ടായിരുന്നു. വലിയ നീണ്ട പുഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഇത്തിരി ദൂരം പോകുമ്പോഴത്തേനും നല്ലൊരു പെട്രോൾ പമ്പ് ഉണ്ടെന്ന് ഗൂഗിളിൽ കണ്ടു. അപ്പോൾ ഇന്ന് ഇവിടം വരെ യാത്രയുള്ളൂ. അപ്പോൾ നാളെ കാണാം. ടാറ്റാ.